ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രഗ്നന്റ് ലേഡീസ് അല്ലെങ്കിൽ ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ഗർഭസ്ഥ കാലയളവിൽ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ലബോറട്ടറി പരിശോധനകളെ പറ്റിയാണ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ടെസ്റ്റ് CBC അഥവാ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ്. ബ്ലഡിലെ പല കമ്പോണന്റുകളുടെയും അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും WBC, RBC, പ്ലേറ്റ്ലെറ്റ്, ഹീമോഗ്ലോബിൻ തുടങ്ങിയ ഘടകങ്ങൾ, മറ്റ് പല ബ്ലഡിലെ മറ്റ് കമ്പോണന്റുകൾ ഒക്കെ ഈ ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നു. പ്രധാനമായിട്ടും ഹീമോഗ്ലോബിന്റെ അളവാണ്. കാരണം ഈ പ്രഗ്നന്റ് ലേഡീസിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനീമിയക്ക് വഴിയൊരുക്കുന്നു. ഇത്തരത്തിൽ അനീമിക് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനൊക്കെ ഈ CBC ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്ലഡിലെ WBC കൗണ്ടുകൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഈ CBC ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് ഷുഗർ ടെസ്റ്റ് ആണ്. ഈ ഗർഭസ്ഥ കാലയളവിൽ സ്ത്രീകൾ ഷുഗർ ലെവൽ കൂടി ഡയബറ്റിക് ഒക്കെ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തരത്തില് ശരീരത്തിലെ ഷുഗറിന്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാണ് ഷുഗർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് 3 രീതിയിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക, അതായത് 8 മുതൽ 12 മണിക്കൂർ വരെ ഭക്ഷണം കഴിക്കാതെ ഫാസ്റ്റിങ്ങിൽ പോയി ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ PPBS, പോസ്റ്റ് പാരന്റിയൽ ബ്ലഡ് ഷുഗർ, അതായത് ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂർ ടൈമിനുള്ളിൽ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടാതെ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റും ചെയ്യാവുന്നതാണ്. HbA1c ടെസ്റ്റ് 3 മാസത്തെ ഷുഗറിന്റെ ഒരു ആവറേജ് ലെവൽ എങ്ങനെയാണ്, ബോഡിയിൽ കൺട്രോൾഡ് ആണോ അൺകൺട്രോൾഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ ഈ ടെസ്റ്റ് ചെയ്യുന്ന വഴി സാധിക്കുന്നു. മൂന്നാമത്തെ ടെസ്റ്റ് TFT ആണ്, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്. ഈ ടെസ്റ്റ് ചെയ്യുന്ന വഴി തൈറോയിഡ് ഹോർമോണുകളായ T3, T4, അതേപോലെ തന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായ TSH തുടങ്ങിയവയുടെ അളവ് മനസ്സിലാക്കുകയും അതുവഴി ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള തൈറോയിഡിക് കണ്ടീഷനുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഗർഭസ്ഥ കാലയളവിൽ സ്ത്രീകൾക്ക് ഈ തൈറോയിഡ് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഈ TFT ടെസ്റ്റ് ചെയ്യുന്നത് വഴി ഉപകരിക്കുന്നു. നാലാമത്തെ ടെസ്റ്റ് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ആണ്. ഇത് പ്രധാനമായിട്ടും കൊളസ്ട്രോളുകളുടെ അളവ് മനസ്സിലാക്കാൻ വേണ്ടി ഉപകരിക്കുന്ന ഒരു ടെസ്റ്റാണ്. ടോട്ടൽ കൊളസ്ട്രോൾ, അതായത് നമ്മുടെ ബോഡിയിലെ ടോട്ടൽ കൊളസ്ട്രോളുകളുടെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ഇതുവഴി സാധിക്കുന്നു. അതേപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളായ LDLന്റെ അളവ്, നല്ല കൊളസ്ട്രോളായ HDLന്റെ അളവ്, ഫുഡിൽ നിന്നൊക്കെ വരുന്ന മോശം കൊളസ്ട്രോളായ ട്രൈഗ്ലിസറൈഡ്സ് തുടങ്ങിയവയുടെ ഒക്കെ അളവ് എത്രത്തോളം ഉണ്ട്, കൂടുതലാണോ തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നു. അഞ്ചാമത്തേത് വൈറ്റമിൻ D ടെസ്റ്റ് ആണ്. വൈറ്റമിൻ ഡിയുടെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ കാലയളവിൽ പലരും പുറത്തേക്ക് ഇറങ്ങാനുള്ള മടിയൊക്കെ കാരണം ഈ സൂര്യപ്രകാശവുമായിട്ടുള്ള കോണ്ടാക്ട് കുറയുകയും ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇത്തരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് കുറവുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വൈറ്റമിൻ D ടെസ്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് അറിയാൻ കഴിയുന്നു. ആറാമത്തേത് യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ ആണ്. യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ പ്രധാനമായിട്ടും യൂറിനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഗർഭസ്ഥ കാലയളവിൽ സ്ത്രീകളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതായത് ബാക്ടീരിയ മൂലം, ഈസ്റ്റ് മൂലമൊക്കെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ഇതുണ്ടോ എന്ന് മനസ്സിലാക്കാൻ യൂറിൻ റുട്ടീൻ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഗർഭസ്ഥ കാലയളവിൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ലബോറട്ടറി പരിശോധനകൾ.